അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് ദിവസത്തിൻ്റെ ദിനത്തിലാണ് നമ്മിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ബറാഅത്ത് ദിനത്തിൻ്റെ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകളൊക്കെ മുൻകഴിഞ്ഞ വീഡിയോകളിലൂടെ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ നാം ചർച്ച ചെയ്തു. എന്നാൽ ഇത്രത്തോളം അനുഗ്രഹങ്ങളുള്ള, ഇത്രത്തോളം ആളുകൾക്ക് അള്ളാഹു ഒരുപാട് ആളുകൾക്ക് കൽബ് ഗോത്രത്തിൻ്റെ ആടുകളുടെ രോമങ്ങളുടെ കണക്കിനനുസരിച്ച് കോടാനകോടി ആളുകൾക്ക് അള്ളാഹു നരകം മോചനം നൽകുമ്പോൾ കൈ ഉയർത്തി റബ്ബിലേക്ക് ആരാണോ ചോദിക്കുന്നത് അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമ്പോൾ എന്താണോ ചോദിക്കുന്നത് അതെല്ലാം വാരി കൊടുക്കുന്ന റബ്ബ് ചില ആളുകൾക്ക് മാത്രം അവരെന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കൂല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ചില നിർഭാഗ്യവാന്മാരുണ്ട്, അവരെന്ത് ചോദിച്ചാലും അള്ളാഹ് കൊടുക്കൂല, അവരെ ദുആ അള്ളാഹു തട്ടിക്കളയും എന്നുള്ളതാണ്. അത് ഈ രാത്രി എന്നല്ല, ഏത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആയാൽ പോലും, ഏത് രാത്രിയിൽ പോലും ചില ആളുകൾ ചോദിച്ചാൽ അവരെ ദുആ അള്ളാഹു സ്വീകരിക്കൂല, അവരെ ദുആ അള്ളാഹു തട്ടിക്കളയുമെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ പറയുന്നു, ഹാദിഹി ലൈലത്തു ലൈലത്തുൻ നിസ്ഫ മിൻ ശഅബാൻ വലില്ലാഹി ഫീഹാ ഉതഖാഉ മിനൻ നാർ ബിഅദദി ശുഊരി ഗനമിൽ കൽബി. ഇന്നത്തെ ഈ രാത്രിയുണ്ടല്ലോ, കൽബ് ഗോത്രത്തിന്റെ ആടുകളുടെ രോമങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ്. എന്നാൽ ലാ യൻദുറുല്ലാഹു ഫീഹാ ഇലൽ മുശ്രികി വലാ ഇലാ മുശാഹിനിൻ വലാ ഇലാ ഖാതിഇ റഹിമിൻ വലാ ഇലാ മുസ്ബിലിൻ വലാ ഇലാ ആഖിലി വാലിദൈഹി വലാ ഇലാ മുദ്മിനിൽ ഖംരി. 6 വിഭാഗം ആളുകളിലേക്ക്, 6 വിഭാഗം ആളുകൾക്ക്, 6 വിഭാഗം ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. ഈ ബറാഅത്തിന്റെ പുണ്യമാക്കപ്പെട്ട രാത്രിയിലെ 6 വിഭാഗം ആളുകളെ അല്ലാഹു മൈൻഡ് ചെയ്യൂല, അവർക്കൊരു കാരുണ്യവും അല്ലാഹു കൊടുക്കൂല. ഇത്രത്തോളം കോടാനകോടി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഈ 6 വിഭാഗം ആളുകളെ അല്ലാഹു നരകത്തിൽ തന്നെ സ്ഥിരമായി നിർത്തുന്നതാണ്. അവരെ നരകമോചനം ലഭിച്ചവരുടെ ലിസ്റ്റിൽ പോലും അല്ലാഹു ഉൾപ്പെടുത്തൂല. ഒന്നാമത്തെ വിഭാഗം മുശ്രിക്. അത് മുശ്രിക്കാണ്, അല്ലാഹുവിനോട് പങ്കു ചേർത്തവനാണ്. ആരാധന അല്ലാഹുവിനല്ലാതെ മറ്റൊരാളെ മുന്നിൽ വണങ്ങുന്നവൻ. ഷിർക്ക് 2, ഷിർക്കുൽ അസ്ഗർ, ഷിർക്കുൽ അക്ബർ. ചെറിയ പാപം, ചെറിയ പങ്കു ചേർക്കലുണ്ട്, വലിയ പങ്കു ചേർക്കലുണ്ട്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഇന്ന അഖ്വഫു മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ. നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഷിർക്കുൽ അസ്ഗർ, അത് ചെറിയ ഷിർക്കിനാണ്. ഖാലു യാ റസൂലല്ലാഹ് മാ ഷിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എന്താ ഈ ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്കിലുണ്ടോ ചെറുതും വലുതും? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർരിയാ, അത് ലോകമാന്യമാണ്. ലോകമാന്യം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അമലുകളൊക്കെ ആളുകൾ കാണട്ടെ, അവർ 4 ആൾ കാണാൻ വേണ്ടിയിട്ട് സദഖ ചെയ്യുക, 4 ആൾ കാണാൻ വേണ്ടി ഖുർആൻ ഓതുക, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന അമല്, അതാണ് ഷിർക്കുൽ അസ്ഗർ. അതും ഈ ഷിർക്കിൽ പെടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷിർക്കുൽ അക്ബർ, അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി ആരാധിക്കുക, അവർക്ക് വേണ്ടി ആരാധനകൾ അർപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ വിഭാഗം ഷിർക്ക് ചെയ്യുന്നവരെ ഇന്നത്തെ ഈ ബറാഅത്തിന്റെ ദിവസത്തിൽ ഈ നരകമോചനത്തിന് ലിസ്റ്റിൽ അള്ളാഹു പെടുത്തൂല, അവരെ ദുആ അള്ളാഹു സ്വീകരിക്കൂല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ മുശാഹിനാണ്. മുശാഹിൻ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ആരാണ് മുശാഹിൻ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മുശാഹിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് മറ്റുള്ളവർക്കിടയിൽ കുഴപ്പങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്നവനാണ്, പരസ്പരം ഭിന്നിപ്പിക്കുന്നവരാണ്, കുടുംബങ്ങളെ തെറ്റിപ്പിക്കുന്നവരാണ്, മറ്റുള്ളവർക്കിടയിൽ മറ്റൊരാളെ ഗീബത്തും നമീമത്തും പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവരെ തമ്മിൽ തല്ലിക്കുന്നവനാണ് മുശാഹിൻ എന്ന് പറയുന്നത്. അവന് ഈ ബറാഅത്തിന്റെ ദിനത്തിൽ പോലും രക്ഷയില്ല, അവന്റെ ദുആ സ്വീകരിക്കൂല എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ടോ? മറ്റുള്ളവർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുന്ന സ്വഭാവമുണ്ടോ? അവന്റെ ദുആ
ഈ ബറാഅത്ത് ദിനത്തിലും സ്വീകരിക്കൂല. എന്ത് അമല് ചെയ്ത് പടച്ചവനോട് ചോദിച്ചിട്ടും കാര്യമല്ല. ഈ ഒരു സ്വഭാവം അവനുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് തന്നെ റബ്ബിനോട് ചോദിക്കണം. എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബറാഅത്തിന്റെ പുണ്യം പോലും തരികയുള്ളൂ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെന്നറിയോ? അത് കുടുംബബന്ധം മുറിക്കുന്നവനാണ്. കുടുംബബന്ധം മുറിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. 3 ദിവസമായി കഴിഞ്ഞാൽ അവൻ ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിലും അങ്ങോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ആ ബന്ധം ചേർക്കണം എന്നുള്ളതാണ്. അതാണ് ഓരോ വിശ്വാസം ചെയ്യേണ്ടത്. 3 ദിവസത്തിൽ കൂടുതൽ എന്തെങ്കിലും കാരണവശാൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഈ ബറാഅത്ത് ദിനത്തിന്റെ പുണ്യം ലഭിക്കൂല. അപ്പൊ കുടുംബബന്ധം വിച്ഛേദിച്ചവര്, കുടുംബബന്ധം മുറിച്ചു കളഞ്ഞവര്, കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ, കുടുംബത്തിന്റെ ഐക്യം തകർക്കുന്നവര്, ഇവരുടെ ദുആയും ബറാഅത്ത് ദിനത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കുടുംബബന്ധം മുറിക്കുന്നുണ്ടോ, അങ്ങനെ കുടുംബത്തിൽ ഫിത്ന ഉണ്ടാക്കി നടക്കുന്നവൻ അവൻ സ്വർഗത്ത് കടക്കൂല, അവനതിനുള്ള ഭാഗ്യം ഉണ്ടാകൂല എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 3 വിഭാഗം സ്വർഗത്തിൽ കടക്കൂല. അവർക്ക് ഈ ബറാഅത്ത് ദിനത്തിന്റെ പോരിശകളില്ല, ബറാഅത്ത് ദിനത്തിന്റെ പ്രാർത്ഥനകൾക്ക് ഇടം അവരില്ല, മലക്കുകളുടെ ദുആയിൽ ഈ പറയപ്പെട്ട ആളുകളില്ല. അത്രയും വലിയ നിർഭാഗ്യവാന്മാരാണ് കുടുംബബന്ധം മുറിക്കുന്നവരെന്നുള്ളത്. അള്ളാഹു അത്തരം വിഭാഗത്തെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ 4-മത്തെ ഒരു വിഭാഗം നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുന്നവരാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുന്നവര് അഹങ്കാരത്തോടെ. അപ്പൊ നാം പറയും അഹങ്കാരം ഇല്ലാതാണ് ധരിക്കുന്നെങ്കിലോ. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുതെന്ന് ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതാണ് അഹങ്കാരം. നിര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടെ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവനും ഈ ബറാഅത്ത് ദിനത്തിന്റെ പുണ്യങ്ങൾ ലഭിക്കുകയില്ല എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 5-മതായിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരാണ്, അവരെ കണ്ണീര് കുടിപ്പിച്ചവനാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവൻ, മാതാപിതാക്കളുടെ മനസ്സിൻ്റെ അകത്തൊരു പോറ ഏൽപ്പിച്ചവനുണ്ടല്ലോ, അവൻ ഈ പരിശുദ്ധമാകപ്പെട്ട ബറാഅത്ത് ദിനത്തിലെ അവന്റെ ദുആനെ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ പ്രാർത്ഥനയെ അല്ലാഹു ഖബൂൽ ചെയ്യൂല, അവന്റെ ദോഷങ്ങളൊന്നും തന്നെ അല്ലാഹു ഈ ബറാഅത്ത് ദിനത്തിൽ പുറത്തു കൊടുക്കൂല. വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു ദുനൂബി യഗ്ഫിറുല്ലാഹു മിൻഹാ മാ ശാഅ, എല്ലാ തെറ്റുകളും അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ലാഹുവിന് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നതാണ്. ഇല്ലാ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, മാതാപിതാക്കളെ കണ്ണീര് നീ കുടിപ്പിച്ചിട്ടുണ്ടോ, അവര് പെട്ടെന്നൊന്നും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. എത്രത്തോളം ഫഇന്നഹു യജഅലു ലിസ്വാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാത്, മഹ്ശറയിൽ മാത്രമല്ല, നരകത്തിൽ മാത്രമല്ല, മഹ്ശറയിലെ കഠിന ചൂടും ശിക്ഷയും, സബാനിയത്ത്, നരകത്തിലെ സബാനിയത്തിന്റെ മലക്കുകളെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകല് മാത്രമല്ല, മരണപ്പെടുന്നതിന്റെ മുമ്പ് മാതാപിതാക്കളെ വെറുപ്പിച്ചവരുണ്ടല്ലോ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരുണ്ടല്ലോ, അവര് മരണപ്പെടുന്നതിന്റെ മുമ്പ് ദുനിയാവിൽ വെച്ച് തന്നെ അവർക്കുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാണ്. അവർക്ക് അതിനുള്ള ശിക്ഷകള് ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിപ്പിച്ചിട്ടേ അല്ലാഹുവിന്റെ റൂഹിനെ പിടിക്കുകയുള്ളൂ എന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു റസൂൽ പറയാണ്, എല്ലാ തെറ്റുകളും ഒരു പക്ഷെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരും. പക്ഷെ നിങ്ങൾ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ആഖിറത്തിൽ മാത്രമല്ല വിഷമിക്കേണ്ടി വരിക, ദുനിയാവിലും നിങ്ങളെ അല്ലാഹു വെറുതെ വിടൂല. നിങ്ങൾക്ക് അതിനുള്ള മരണപ്പെടുന്നതിന്റെ മുമ്പ് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുമെന്ന് അല്ലാഹു റസൂൽ പറയാണ്. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവസാനമായിട്ടൊരൊറ്റ വിഭാഗം കൂടിയുണ്ട്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബറാഅത്ത് ദിനത്തിന്റെ ശ്രേഷ്ഠത ലഭിക്കാത്തവർ മുദ്മിനുൽ ഖംരി, മദ്യപാനിയാണ്, നിരന്തരമായി കള്ളു കുടിക്കുക, ലഹരിക്ക് അടിമപ്പെട്ടവനാണ്.
അൽ ഖംറു മിഫ്താഹു കുല്ലി ശർരിൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലാഹ് എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത്. മാതാവിനെ കൊല്ലുന്നു, മക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അൽ ഖംറു മിഫ്താഹു കുല്ലി ശർരിൻ, അത് എല്ലാ തിന്മയുടെയും താക്കോലാണ്, അതെല്ലാത്തിനുള്ള ലൈസൻസാണ്. മദ്യം, ലഹരി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാണോ, അത് ഹറാമാണോ, അത് ഹലാലാണോ, അത് ഉമ്മയാണോ, അത് ഉപ്പയാണോ, മകളാണോ, ഭാര്യയാണോ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കം മരവിച്ചു പോകുമെന്നാണ്. ആറാമതായിട്ട് ഈ ബറാഅത്ത് ദിനത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കാത്ത ഒരു വിഭാഗം മുദ്മിനുൽ ഖംരി, അവർ ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. തെറ്റിൻ്റെ കൂമ്പാരമല്ലേ ലഹരി. ഉമ്മുൽ ഖബായിസ്, റസൂൽ പറയാണ്, ഉമ്മുൽ ഖബായിസ്, അത് തെറ്റുകളുടെ മാതാവാണ്, അതാണ് എല്ലാ തെറ്റിൻ്റെയും തുടക്കമെന്ന് പറയുന്നത്. അത്തരം വിഭാഗത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 6 വിഭാഗം ആളുകളുടെ ദുആ അള്ളാഹു ഈ ബറാഅത്ത് ദിനത്തിൽ സ്വീകരിക്കൂല. കോടിക്കണക്കിന് ആളുകൾക്ക് നരകമോചനം നൽകുമ്പോൾ ഈ 6 വിഭാഗം ആളുകൾക്ക് അള്ളാഹു നരകമോചനവും നൽകൂല. അവരെ പ്രത്യേകം മാറ്റി നിർത്തുന്ന നാളെ മഹ്ശറയിലേക്കെന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഈ 6 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് റബ്ബിനോട് തൗബ ചെയ്തിട്ട് അള്ളാഹുലേക്ക് നാം പറഞ്ഞ അമലുകളൊക്കെ കൊണ്ടൊക്കെ അള്ളാഹുലേക്ക് മുൻനിർത്തി ദുആ ചെയ്തോ, ഉറപ്പായും അള്ളാഹു സ്വീകരിക്കും. എന്നാൽ ഈ 6 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവനായിട്ടാണ് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ ദുആ അള്ളാഹു സ്വീകരിക്കൂല. ആ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുകയുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 6 വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതിനെ തൊട്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അഹ്ലിനെയും നമ്മുടെ ഭാര്യ, മക്കളെ, സന്താനങ്ങളെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.